അങ്ങനെ മലയാളം പരീക്ഷ കഴിഞ്ഞു, എല്ലാവരും ഭംഗിയായിട്ട് എഴുതി. ഇനി അടുത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, ഇനിയുള്ള ദിവസങ്ങൾ SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ആ ഫുൾ A+ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ വിത്ത് ലൈവ് ക്ലാസ്സസ് ആണ് എക്സാമിനർ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ 31-ന് ഇന്നെന്താണ് നിങ്ങൾ മലയാളം പരീക്ഷയ്ക്ക് എഴുതി അടിപൊളിയായിട്ട് വന്നു. ഈ നെക്സ്റ്റ് പരീക്ഷ ഇംഗ്ലീഷ് ആണ്, പക്ഷെ അത് April 6-നാണ്. അതായത് 1 മുതൽ, നാളെ മുതൽ തുടങ്ങുകയാണെങ്കിലും 1 മുതൽ 5 വരെ 5 ദിവസമുണ്ട്. 5 ദിവസം ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, ഒരു 4th-ഉം 5th-ഉം 6-ാം തീയതി പരീക്ഷയല്ലേ, അപ്പോൾ 4-ഉം 5-ാം തീയതി നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ 31-ഉം 1-ഉം 2-ഉം 3-ഉം 4 ദിവസങ്ങളുണ്ട്. ആ 4 ദിവസങ്ങൾ ചില്ലടിക്കാൻ പറ്റില്ല. നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, കുറച്ച് ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചാൽ മതി. ശരി. അപ്പോൾ എങ്ങനെയാണ് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ നോക്കി, എൻ്റെ കൂടെ നോക്കി നോക്ക്. ഇവിടെ 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, 31 കൂടി കൂട്ടിയാൽ നമുക്ക് 6 ദിവസം ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ 2 ദിവസം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ബാക്കി 4 ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏത് സബ്ജക്റ്റ് പഠിക്കണം? 4 ദിവസം നമുക്ക് പഠിക്കാം, പക്ഷേ എന്തൊക്കെ പഠിക്കണം? എല്ലാം പഠിക്കണം വേണ്ട. നോക്ക്, സോഷ്യൽ സയൻസിന് ഏതാണ്ട് 3 ദിവസമുണ്ട്, ഏതാണ്ടല്ല കൃത്യം 3 ദിവസം പഠിക്കാനുണ്ട് ക്ലിയർ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ദിവസത്തിൽ ഏതെങ്കിലും സബ്ജക്റ്റ് വെറുതെ വലിച്ചു വാരി പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ബുദ്ധിപരമായി പഠിക്കാം. നോക്ക്, സോഷ്യൽ സയൻസിന് പഠിക്കണോ? വേണ്ട, കാരണം അവിടെ 3 ദിവസം ക്ലീൻ ആയിട്ടുണ്ട്. മാത്സിന് പഠിക്കണോ? ഒരാവശ്യമില്ല, അവിടെ 5 ദിവസം വീണ്ടും ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ, 5-6 ദിവസം ക്ലീൻ ആയിട്ടുണ്ട്, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ശരി. അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സിന് പക്ഷേ ഒരു ദിവസമേ ഉള്ളൂ അല്ലേ, April 19 മാത്സ് കഴിഞ്ഞിട്ട് പിന്നെ April 20 ഫുൾ ഡേ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു ദിവസമേ ഉള്ളൂ. കെമിസ്ട്രിക്ക് സമയമുണ്ട് അല്ലേ, April 21 കഴിഞ്ഞിട്ട് 22, 23, 24 3 ദിവസം ക്ലീൻ ആയിട്ടുണ്ട്, മതി. അപ്പോൾ ഫിസിക്സിന് കുറവാണ്, ഒരു ദിവസമുള്ളൂ. കെമിസ്ട്രിക്ക് ഉണ്ട്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ബയോളജി നോക്കിയാൽ വീണ്ടും ഒരു ദിവസമുള്ളൂ, 25-ന് കെമിസ്ട്രി കഴിഞ്ഞാൽ 26 മാത്രമേ ഉള്ളൂ. അപ്പം ബയോളജിക്കും ഫിസിക്സിനും എന്താണ് ഓരോ ദിവസം വീതമേ ഉള്ളൂ പഠിക്കാൻ. അപ്പോൾ ആ ലാസ്റ്റ് ആ ഒരു ദിവസം മാത്രം പഠിച്ചാൽ മതിയോ? അത് പോരായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു 4 ദിവസം നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാം. കെമിസ്ട്രിയും സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും സമയമുണ്ട്, നമുക്ക് ആ ദിവസങ്ങളിൽ ഫുൾ അതിന് വേണ്ടി മാത്രം പഠിക്കാം. പക്ഷേ ഫിസിക്സിനും ബയോളജിക്ക് അങ്ങനെ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 4 ദിവസം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഫിസിക്സും ബയോളജിയും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ലൈവ് ക്ലാസ്സും കാര്യങ്ങളുണ്ട്, വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനല്ല പറയുന്നത്, ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്ലാനും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം, ഫുൾ വീഡിയോ കാണാം, മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇനി ഈ 4 ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ബയോളജിയും ഫിസിക്സും പഠിക്കുന്നു, ഒരു റൗണ്ട് ഫുൾ ചാപ്റ്റേഴ്സും തീർക്കുന്നു. എന്നിട്ട് നിങ്ങൾ അന്ന് ഒരു ദിവസം മതി, ഒരു ദിവസം ഫുൾ മാരത്തോൺ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായി എന്ത് ചെയ്യാം, A+ ഉറപ്പിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഈ 4 ദിവസങ്ങളും പ്ലസ് ആ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള എങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, 31-ന് ഇന്ന് മലയാളം കഴിഞ്ഞു, ക്ഷീണമൊക്കെ ഉണ്ടാവും, എങ്കിലും എന്ത് ചെയ്യുക, എങ്കിലും നമ്മൾ പഠിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നാലേ തീരുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾ നല്ലോണം റിലാക്സ് ചെയ്യുക, ഭക്ഷണം കഴിച്ച് രാത്രി 9 മണിക്ക് വന്നാൽ മതി, ചാടി കയറി വരണ്ട. 9 മണി റിലാക്സ് ചെയ്യുക. 9 മണിക്ക് വന്നാൽ ഞാനുണ്ടാവും. ഫിസിക്സിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്ററിൽ മെൻറ്റി റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെൻറ്റിയും കളിക്കാം, അതേസമയം ആ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റിന് ഫ്രൈഡേ ബയോളജി, നാളെ നമ്മൾ എന്ത് ചെയ്യും, ബയോളജിയിലെ ഫസ്റ്റ് 3 ചാപ്റ്റർ, അതിന് ടൈമും കാര്യങ്ങളൊക്കെ അറിയിക്കും. അത് 9 മണിക്കല്ല, ടൈം നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് എടുക്കുക, എല്ലാ ദിവസവും രാവിലെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അന്നത്തെ ക്ലാസ് എപ്പോഴായിരിക്കും കേട്ടോ. ശരി, അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ പിന്നീട് അപ്പോൾ ഫസ്റ്റ് 3 ചാപ്റ്റർ കഴിഞ്ഞു. സാറ്റർഡേ നമ്മൾ വീണ്ടും ബയോളജി ചെയ്യുന്നു, 4th, 5th, 6th ചാപ്റ്റർ. അപ്പോൾ 6 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ബാക്കി ഫിസിക്സിൻ്റെ നമ്മൾ സൺഡേ ചെയ്യുന്നു. സൺഡേ നമ്മൾ 4ഉം 5ഉം 6ഉം 7ഉം നമ്മൾ മാരത്തോണിൽ തീർക്കുന്നു. അതേപോലെ ബയോളജി അന്ന് തന്നെ തീർക്കുന്നു, 7ഉം 8ഉം തീർക്കുന്നു. അപ്പോൾ ബയോളജിൻ്റെയും ഫിസിക്സിൻ്റെയും ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു റൗണ്ട് ഫുള്ള് തീർന്നു. ഇനി നമുക്ക് ബയോളജിയും ഫിസിക്സും പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പണ്ടത്തരായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇംഗ്ലീഷും പഠിച്ചു കൊടുക്കണം. ഓക്കെ, കാരണം ഇംഗ്ലീഷ് 6-ാം തീയതിയാണ്, വെഡ്നെസ്ഡേ ആണ് പരീക്ഷ. അപ്പോൾ സൺഡേ വരെ നമ്മൾ ഇംഗ്ലീഷ് തൊടുന്നില്ല. മൺഡേയും ട്യൂസ്ഡേയും കംപ്ലീറ്റ്ലി നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ 2 ദിവസം നമ്മൾ ഇംഗ്ലീഷ് ഫുള്ളായിട്ട് പഠിക്കുന്നു, ഇംഗ്ലീഷിന് നമ്മൾ ഫുൾ A+ ആണ്. ഇതായിരിക്കും നമ്മുടെ പ്ലാൻ. ഓക്കെ, അടിപൊളി പ്ലാൻ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാ പരീക്ഷയിലും ഫുൾ A+ വാങ്ങാം, എല്ലാ പരീക്ഷയിലും A+ വാങ്ങാം. അതുവഴി നമുക്ക് എന്താണ് ഫുൾ A+ വാങ്ങിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ താങ്ക് യു എവരി വൺ. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ പേര് കഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറേ പേര് ഒരു ഐഡിയ ഇല്ലാണ്ട്, പഠിച്ചവരൊക്കെ ഉണ്ടാവും, അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ കുറേ പേരുണ്ട്. അവരിലേക്ക് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ എത്തിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ടേക്ക് കെയർ.